ഇന്ന് ഈ സമയം ഇവിടെ കടന്നു വന്ന് നിങ്ങളോട് അല്പസമയം സംസാരിപ്പാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഈ ആഴ്ചകളിലെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചകളായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ കലണ്ടർ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണെന്നും നാളെ ദുഃഖവെള്ളിയാഴ്ചയാണെന്നും അത് കഴിഞ്ഞ ദിവസം ഒരു ശബത്താണെന്നും അടുത്തു വരുന്നതായ ദിവസം ഉയർപ്പിൻ ഞായർ, ഒരു ഈസ്റ്റർ എന്ന് പറഞ്ഞ് ജനം സന്തോഷിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളെയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. നാം കാണുന്ന പള്ളികളിലും സ്ഥലങ്ങളിലെല്ലാം തന്നെ യേശുദേവൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനെ ഓർത്ത് അത് പലരും പല വിധത്തിൽ ആചരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ചരിത്ര സത്യമാണ്, ലോകരക്ഷകനായ യേശുക്രിസ്തു ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകത്തിലേക്ക് വന്നു എന്നും മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമായി അത് നിലകൊള്ളുകയാണ്. നമുക്കറിയാം, മനുഷ്യരെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ ദൈവം ഏദേൻ എന്ന് പറയുന്ന തോട്ടത്തിലാക്കി ആ മനുഷ്യർക്ക് ചില കൽപ്പനകളും വ്യവസ്ഥകളും കൊടുത്തിരുന്നു. എന്നാൽ മനുഷ്യൻ ആ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ പാപികളായി തീരുവാനായിട്ടിടയായി. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാകണം. കാരണം മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തതിൻ്റെ ഫലമായി, പാപികളായി തീർന്നതിൻ്റെ ഫലമായി മനുഷ്യരുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ദുഃഖവും നിരാശയും അവരുടെ ജീവിതത്തിലേക്ക് വന്ന് അവർ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് യോഗ്യരായി തീരുകയും ചെയ്തു. മനുഷ്യർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. പാപം മനുഷ്യനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാപത്തിൻ്റെതായ പ്രവൃത്തികളായിട്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന ഓരോ പാപങ്ങളും കുറ്റകൃത്യങ്ങളും മനുഷ്യ ജീവിതത്തിലേക്ക് വരുവാനായിട്ടിടയായി. നിരാശിതരായി തീർന്ന, ദുഃഖിതരായി തീർന്ന, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യന് പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ചില പരിഹാര മാർഗങ്ങൾ അവർക്ക് കൊടുത്തതായിട്ട് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ആ മനുഷ്യർക്ക് ദൈവം ചില യാഗങ്ങൾ ദൈവം അവർക്ക് നൽകി, അവർക്ക് പുരോഹിതന്മാരെ നൽകി, അവർക്ക് പ്രവാചകന്മാരെ നൽകി. അങ്ങനെ വിവിധ തരത്തിൽ ദൈവം ചില കാര്യങ്ങൾ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞ് പ്രവാചകന്മാരുടെ കാലങ്ങൾ വന്നു. മനുഷ്യൻ യാഗം കഴിക്കുന്നു, മനുഷ്യൻ ആലയത്തിൽ പോകുന്നു, മനുഷ്യൻ പ്രവാചകന്മാരുടെ വാക്ക് കേട്ട് മനുഷ്യനിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. എന്നിട്ടും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാകുന്നില്ല, മനുഷ്യന് സമാധാനമുണ്ടാകുന്നില്ല, സന്തോഷമുണ്ടാകുന്നില്ല. ദുഃഖവും നിരാശയും മനുഷ്യനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യൻ പാപിയായി തുടരുന്നത് കൊണ്ട് മനുഷ്യന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. പാപികൾ നരകത്തിലേക്കാണ് പോകുന്നത്. മനുഷ്യർ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു, കുലപാതകങ്ങൾ നടക്കുന്നു, വിഗ്രഹാരാധനകൾ നടക്കുന്നു. ഇന്ന് കാണുന്ന അനേക പാപങ്ങളും കുറ്റകൃത്യങ്ങളും ആ മനുഷ്യരിൽ വ്യാപരിച്ചതായി, മനുഷ്യൻ ചെയ്യുന്നതായി വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്? മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തിരുകരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ആരും നശിച്ചു പോകുന്നത് ഇഷ്ടമില്ല. വിശുദ്ധ ബൈബിളിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്:
ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെ മനുഷ്യനിങ്ങനെ പാപത്തിന് അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമ പുരോഹിതന്മാർക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പഴയ നിയമ പ്രവാചകന്മാർക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൽ ദൈവം കൊടുത്തതായ യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യനൊരു പാപം ചെയ്യും, മനുഷ്യന് യാഗം കഴിക്കും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും യാഗം കഴിക്കും. ഇങ്ങനെ മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ കരുണ തോന്നി. കാരണം പണമുള്ളവർക്ക് മാത്രമേ യാഗം കഴിക്കാൻ കഴിയത്തുള്ളൂ. പാവപ്പെട്ട ആളുകൾക്ക് പഴയ നിയമത്തിലെ പ്രമാണമനുസരിച്ച് അവർക്ക് പക്ഷികളെയോ മൃഗങ്ങളെയോ യാഗം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള യാഗങ്ങൾ കഴിക്കാൻ കഴിയുള്ളൂ. പാവപ്പെട്ട മനുഷ്യൻ, പാവിയായ മനുഷ്യൻ യാഗം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് താല്പര്യം തോന്നി. ദൈവം വിചാരിച്ചു എന്താണ് ചെയ്യേണ്ടത്. ദൈവം തീരുമാനിച്ചു ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി എന്നേക്കുമായി ഒരു യാഗം കഴിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിച്ചു. യേശു എന്തിനാണ് ലോകത്തിൽ വന്നതെന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. ആ രക്ഷിതാവ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും ക്രിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു, ജനിച്ചു. ഈ ലോകത്തിൽ യേശു കർത്താവ് ജീവിച്ചു. നമുക്കറിയാം, 30ാമത്തെ തിരുവയസ്സിൽ യേശു യോർദാൻ നദിയിൽ പോയി സ്നാനമേറ്റ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുകയാണ്. രോഗികളെ സൗഖ്യമാക്കിയും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തും മുടന്തന്മാരെ നടക്കുമാറാക്കിയും ചെകിടന്മാർക്ക് കേൾവി കൊടുത്തും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയും യേശു തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു അവസാനമായി സമൂഹത്തെ നോക്കി പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹത്തിന്റെ സദ്വർത്തമാനമാണ് യേശു നൽകിയത്. യേശുവിന്റെ അടുക്കൽ അനേക പാപികൾ കടന്നു വന്നു. അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് യേശു അവരെ രക്ഷിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മതപുരോഹിതന്മാർക്ക് യേശുവിന്റെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ല. യേശുവിന് അസൂയയുണ്ടായി. യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനിച്ചിട്ട് യേശുവിനെതിരായിട്ട് കള്ളക്കേസുകൾ കൊടുക്കുവാനായിട്ടിടയായി. അന്നുള്ള ഭരണാധികാരികളുടെ മുൻപിൽ യേശുവിനെതിരായി കള്ളക്കേസുകൾ കൊടുത്തു. യേശുവിനെതിരായിട്ട് അപവാദങ്ങൾ പറഞ്ഞു. അന്നത്തെ 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിൽ യാതൊരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. കുറ്റമില്ലാത്ത യേശുവിനെ അന്നത്തെ മതപുരോഹിതന്മാർ പറഞ്ഞു, ഈ യേശുവിനെ ക്രൂശിക്കണം. യേശുവിനെ ജീവനോടെ വെച്ചേക്കാൻ സാധിക്കില്ല. യേശുവിനെ ക്രൂശിച്ചേ പറ്റൂ എന്ന് അന്നത്തെ മതപുരോഹിതന്മാർ ജനങ്ങളെ ആർത്തി വിളിച്ചു. അന്നത്തെ ഭരണാധികാരികൾ ജനത്തിന്റെ താല്പര്യപ്രകാരം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിക്കാതെയല്ല അങ്ങനെ സംഭവിച്ചത്. എന്താണെന്നറിയാമോ? മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി പാപമില്ലാത്തൊരു മനുഷ്യൻ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം അനുവദിച്ചു കൊടുത്തു. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ ക്രൂശ് മരണം ഏൽക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ രക്തം ലോകത്തിലോട്ട് ഒഴുകി
യേശുവിന്റെ കൈകാലുകളിൽ ഇരുമ്പാണികൾ അടിക്കപ്പെട്ടു. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുത്തി യേശുവിന്റെ രക്തം ഒഴുകുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം ഒഴുകി. ആ യേശു ക്രിസ്തു മരിച്ച യേശു ക്രിസ്തുവിനെ അടക്കപ്പെടുവാനായിട്ടിടയായി. എന്താണ് സംഭവിച്ചു എന്നറിയാമോ? മൂന്നാം നാൾ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്നും യേശുവിന്റെ കല്ലറയിൽ ഒരു വാചകം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യേശു ഇവിടെ ഇല്ല, യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഇന്നത്തെ അനേകം ആളുകൾ ഇതാ പാലസ്തീനിലും ഇസ്രായേലിലും യെരുശലേമിലും ടൂറിസ്റ്റുകളായിട്ട് പോയി അവിടെയുള്ളതായ സ്ഥലങ്ങൾ കാണാറുണ്ടല്ലോ. അതേ പ്രിയപ്പെട്ടവര്, ലോകത്തിലെ അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ അവിടെ ഈ പാലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അത് യേശുവിന്റെ കല്ലറയാണ്. യേശു ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, അന്ന് ജീവിച്ചിരുന്ന 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനായി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം വിളിച്ചു പറയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ ഓർക്കുകയാണല്ലോ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർക്കുകയാണല്ലോ. കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ: ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. നമുക്ക് ഉറക്കമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, പ്രത്യാശയില്ല, ദുഃഖത്തിന് നിരാശയ്ക്കും അടിമപ്പെട്ട് നമ്മൾ പോകുകയാണോ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നാം പാപിയാണ് എന്നുള്ളതാണ്. നമ്മളുടെ അകത്ത് പാപം വസിക്കുന്നത് കൊണ്ട് പാപം നമ്മെ കുറ്റകൃത്യങ്ങളിലേക്കും പാപ സ്വഭാവങ്ങളിലേക്കും നമ്മെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ നമ്മുടെ അകത്ത് കിടക്കുന്ന പാപത്തെ എടുത്തു കളയുവാൻ, ആ പാപങ്ങൾ കഴുകി മനുഷ്യ പാപ സ്വഭാവത്തിന് പരിഹാരം വരാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഇന്ന് അനേകം ആളുകൾ പാപമോചനത്തിനായിട്ട് അനേക സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. നേർച്ച കാഴ്ചകൾ കഴിക്കുന്നുണ്ട്, മെഴുതിരി വയ്ക്കുന്നുണ്ട്, മല കയറുന്നുണ്ട്, പല പുണ്യ നദികളിലും പോയി കുളിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് ഭാവിയാണ്, മനുഷ്യന് വേദനയാണ്, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയാണ്, ദുഃഖമാണ്, നിരാശയാണ് മനുഷ്യനെ അലട്ടുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ദുഃഖത്തിന് നിരാശയ്ക്കും വേദനയ്ക്കും അടിമപ്പെട്ടിരിക്കുകയാണോ? ഇതാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരാൻ മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവറി ക്രൂശിൽ മരിച്ചു. ആ യേശു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾ അസ്വസ്ഥരാണോ, നിരാശിതരാണോ, രോഗികളാണോ, അസമാധാനത്തിൽ കഴിയുന്നവരാണോ? നിങ്ങൾ ഇന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവേ, ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ, നിങ്ങളുടെ പാപങ്ങൾ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ ഈ യേശു മതിയായവനാണ്. ഈ യേശു ഇന്നും ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന യേശു മനുഷ്യവർഗത്തെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ യേശു കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ ഒരു കാലത്ത് സമാധാനമില്ലാത്തവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു, നിരാശയ്ക്കും ദുഃഖത്തിനും അടിമപ്പെട്ടവരായിരുന്നു. ഒരിക്കൽ ഈ സുവിശേഷം ഞങ്ങൾ കേട്ട് യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാപമോചനം കിട്ടി, ഞങ്ങൾക്ക് സമാധാനം കിട്ടി, ഞങ്ങൾക്ക് സന്തോഷം കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം വിളിച്ചു പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ
ഞങ്ങളുടെയൊക്കെ വിഭാഗത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ അനേകം ആളുകൾ ഈ ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് വരുന്നതെന്നറിയാമോ? സമാധാനമില്ലാത്തവന് സമാധാനം കിട്ടി, രോഗിയായവന് സൗഖ്യം കിട്ടി, പ്രശ്നങ്ങളിരുന്നവന് പ്രശ്നത്തിന് പരിഹാരം കിട്ടി. അനേകരെ യേശുവിനെ സേവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ മുൻപോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗിയാണോ? യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങൾക്ക് സന്തോഷം തരും, നിങ്ങൾക്ക് പ്രത്യാശ തരും. അതിലാണ് യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശു രക്ഷിതാവാണ്, യേശു സമാധാന പ്രഭുവാണ്, യേശു ദൈവപുത്രനാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനായിട്ടിടയാകും. നമുക്ക് രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു മാർഗവുമില്ല. ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്.